ഗ്യാസ് കുറേയിലപ്പോൾ നമ്മൾ കണ്ടിട്ട് എന്താ വെച്ചിട്ട് നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷമായി. അതിൻ്റെ ചാൻസ് എന്താണ് യൂട്യൂബ് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി ഞങ്ങളോട് പറയുകയാണ്. അതിൽ ഒരു വർഷമായി നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ സന്തോഷം നമ്മളോട് ഒന്ന് അറിയിക്കാം. പിന്നെ ചമ്പൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ തൈമയുടെ എന്താണ് വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോണത്. എന്താണ് ഇവിടുത്തെ വീടും പരിസരവും ഇവിടുത്തെ ആൾക്കാരുടെയും വിശേഷങ്ങളും ആ കൂടിയെല്ലാം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഇപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയ്ക്ക് പോകും. ഇപ്പോൾ നമ്മൾ നടന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ തൈമയുടെ ബോർഡറിലും നസീമിൻ്റെ ബോർഡറാണ്. നസീമിൻ്റെ ബോർഡർ നമ്മൾ ആദ്യം ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണാത്തൊരു എന്താണ് നസീമ ബ്ലോഗിൻ്റെ അടുത്ത വീഡിയോ ഉണ്ട്, അതൊന്ന് നോക്കിക്കോളി. അപ്പോൾ അതിൻ്റെ സീനൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണിപ്പം തൈമും നസീമുള്ള വ്യത്യാസം. ഇത് തൈമ വെച്ചാൽ ഇത് നസീമ, അത്ര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയുള്ള വീഡിയോകൾ നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് തൈമയിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ പണ്ട് ആദ്യമൊക്കെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, അത് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊന്നും അറിയാം. എന്താണ് നമ്മൾ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, അയാളുടെ വീഡിയോ കിട്ടിയില്ല. വീഡിയോ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയാളുടെ വോയിസ് നമ്മൾ ഇതിലൊന്ന് ചേർക്കുകയാണ്. അതൊന്ന് കേട്ടോ നിങ്ങൾ. മുമ്പ് പിന്നെ ഇവിടെ പ്രശ്ന മേഖല തന്നെ അതിനല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നതല്ലാതെ നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലല്ലോ. പിന്നെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വന്ന് രണ്ടാമത്തെ ദിവസം തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ പിന്നെ പൈസ ഒന്നുമില്ല. 3 കുവൈറ്റുകളാണ് പിന്നെ വളഞ്ഞിട്ടിട്ട് പിടിച്ച് അതുപോലെ പിന്നെ കാല് വെച്ച് തള്ളിയിട്ടായിരുന്നു ആദ്യം. അപ്പോൾ ഇത് എനിക്ക് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല, എന്തില്ല. ഞാൻ പിന്നെ അവരൊന്നും ഞാൻ ചെയ്താൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ കുവൈത്തിൽ. ഞാൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടായിട്ടല്ല. പിന്നെ 3 ആളെ പോലെ ഉള്ളൂ. അതൊന്നും എനിക്കൊരു വിഷയമല്ല അതിന്. പക്ഷേ എന്താ വന്നപ്പോൾ ഞാനൊന്നും ചെയ്യാതിരുന്ന അവരെ 3 ആളെ എനിക്ക് ശരിയാക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്താ ഞാൻ അന്നപ്പോൾ ഒന്നും ചെയ്യാതിരുന്നതാണ്. അതുപോലെ കാല് ഒടിക്കുന്നത് എനിക്കറിയാം. കുറച്ച് അഭ്യാസമൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനെന്താ അതിന് മുതിരാതിരുന്നത്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ചെയ്യും, നമ്മൾ ജയിലായിരുന്നു. അത് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ടൊന്നും ചെയ്തില്ല. പിന്നെന്താ അവർ നല്ല നിലയിൽ ഓലായിട്ട് പോയി. എന്നോട് പൈസ ഒന്നും വാങ്ങിയില്ല, ഒരു സാധനം എടുത്തില്ല കേട്ടോ, ഒന്നും എടുത്തില്ല. ഓല് വിചാരിച്ചോ ഒന്നും നടന്നില്ല. എൻ്റെ ഫേസ് പോലെ എടുത്ത് എന്നല്ലാതെ ഫേസിൽ ഒന്നും ഇല്ലായിരുന്നല്ലോ. നേരെ തിരിച്ചിങ്ങ് തന്നു. എൻ്റെ നാട്ടിൽ നിന്ന് വന്നപാട് ആരെക്കൊണ്ട് പൈസ ഇല്ല എൻ്റെ. അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ അക്രമികളുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. അത് പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമയായി കുറേ നിൽക്കുന്നപോലെ ഇവിടെ മരുന്നിൻ്റെ കച്ചവടക്കാർ പലരും ഇവിടെ ഉണ്ട്. ദിവസം പോക്ക് മേഖലയാണ്. കാരണം ഇത് കുവൈറ്റികളെ അംഗീകരിക്കാതെ തൈമാന്ന് പറയുമ്പോൾ ഒരു പുറമ്പോക്കായി കാണുന്നതാണ് ഇവർക്കുള്ളതായ ആനുകൂല്യങ്ങളൊന്നും കുവൈറ്റികൾ കൊടുക്കുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്നുള്ള പിന്നെ തുച്ഛമായ ശമ്പളം ഇവർ കൊടുക്കുന്നുള്ളൂ. ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഒരു പുറമ്പോക്കായിട്ട് ഒരു പുറന്തള്ളിയവർ നമ്മളെ നാട്ടിലൊക്കെ ഒരു കോളനിയൽ നിവാസികളെ മാതിരി ഇവിടെ താമസിക്കുന്നുണ്ട്. പ്രയാസപ്പെടുന്നവരും ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്, കുറേ മാനസിക രോഗികളും ഉണ്ട്. ഒരുപാട് മാനസിക രോഗികളായി പോയിട്ടുണ്ട് ഇവിടെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രയാസങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ കുറേ പൈസ വേണമെന്നില്ല, അതില്ല. അങ്ങനെ കുറേ മാനസിക രോഗികൾ ഒരുപാട് ഇവിടെ ഉണ്ട്.